ചായ കാപ്പി ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. കാരണം എല്ലാവർക്കും അറിയാം, എൻ്റെ താത്ത ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ഫിറ്റ്നസ് സെൻ്ററാണ് കേട്ടോ. അത് വയനാട് മേപ്പാടിയിലാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, വയനാട്ടിലുള്ളവർക്ക് ഓഫ് കോഴ്സ് അറിയാം. പിന്നെ മറ്റുള്ള വീഡിയോ കാണുന്നവരോടാണ് പറഞ്ഞത്, മേപ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ബ്ലാങ്കായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഒരുപാട് മോഡിഫൈ ചെയ്തു, പുതിയ എക്യുപ്മെൻറ്റ്സൊക്കെ കുറേ കൊണ്ടുവച്ചു, ഇനി കുറേ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പർച്ചേസിന് വേണ്ടി പോയതായിരുന്നില്ല, നെച്ചിനൊന്ന് അവിടെ മേലെ സലൂണിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ് കേട്ടോ. പുതിയ ഓഫർ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ സ്കൂൾ തുറക്കുമ്പോഴേക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാങ്ങാനൊന്നും ആയിട്ടില്ലല്ലോ, ഇൻഷാ അല്ലാഹ് വരണം. നല്ല അടിപൊളി ഐറ്റംസൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ പർച്ചേസ് വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. കസ്റ്റമേഴ്സിലേക്ക് ഫസ്റ്റ് ഫ്ലോർ നോൺ ഫുഡ് സെക്ഷനിലെ ചില ഓഫറുകൾ. കട ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ 500 ഇപ്പോൾ 99. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതുപോലെയുള്ള അനൗൺസ്മെൻറ്റ്, ഓഫറുള്ള സാധനത്തിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഫ്രിഡ്ജിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ വാങ്ങിയ ഫ്രിഡ്ജിൻ്റെ റേറ്റിന് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്രിഡ്ജ് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഡോറ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ സാധാ ഡബിൾ ഡോർ ഉണ്ടല്ലോ, മേളിലും താഴെയായിട്ടുള്ള അതേ ക്യാഷേ ഉള്ളൂ നെസ്റ്റോലി മറ്റേ ടൈപ്പ് ഡബിൾ ഡോർ ഫ്രിഡ്ജിന്. എങ്ങനെയുണ്ട്? അങ്ങനെ പിന്നെ എല്ലാം നോക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ നെച്ച് വിളിച്ചു, കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഞങ്ങൾ പോയിട്ടോ. അപ്പോഴേക്കും താത്ത പോയിട്ടുണ്ടായിരുന്നു. അനുട്ട ഞങ്ങളൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുട്ടൻ എന്ന് പറഞ്ഞാൽ താത്തൻ്റെ ഇളയ മോന്. അപ്പോൾ അവൻ ഞങ്ങളൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിലൂടെ. അപ്പോൾ മേപ്പാടി ഭാഗത്തുള്ള അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും പോയി ജോയിൻ ചെയ്തോളൂ കേട്ടോ. നല്ല അടിപൊളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല ഹൈ ലെവൽ സംഭവമാണ് വരാൻ പോകുന്നത്. ഫിറ്റ്നസ് സെൻറ്റർ ഓൺലി ലേഡീസാണ് കേട്ടോ, പ്രത്യേകം പറയാം, ലേഡീസ് ഓൺലി ആണ്. ട്രെയിനർ അവിടെ ഉണ്ട്. പിന്നെ ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ജിമ്മ് ആയിട്ട് മാത്രമല്ല കേട്ടോ. അവിടെ ജിമ്മിലെല്ലാ എക്യുപ്മെൻറ്റ്സും, ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ വിത്ത് സുംബ ക്ലാസ് കൂടെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ലേഡീസിനൊക്കെ വല്ലാതെ ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കാതെ, സുംബ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ, ചെറിയ ചെറിയ മൂവ്മെൻറ്റിലൂടെ നമുക്ക് ഫിറ്റ്നസ് നേടിയെടുക്കാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയോടെ തന്നെ കാണിക്കാം കേട്ടോ. താത്ത അളിയനൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അളിയന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ദിവസം പോലും റെസ്റ്റ് ഇട്ടിട്ടില്ല, ഫുള്ള് ഇതിൻ്റെ പുറകെ ആയിരുന്നു. അളിയൻ പിന്നെ എന്തെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധം അളിയനുണ്ട്. അതുകൊണ്ട് തന്നെ അളിയന് ഫുൾ ടൈം അവിടെ തന്നെയാണുള്ളത്. ഇത് കണ്ടില്ല, ഞങ്ങൾ എത്തിയപ്പോഴും അളിയൻ അവിടെ വലിയൊരു പണിയിൽ തന്നെ ആയിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന വലിയ ഫ്ലെക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര റിസ്ക്കുള്ളൊരു പരിപാടി കേട്ടോ അത്. അതിൻ്റെ പുറകിൽ അങ്ങനെ പൈപ്പുകളുണ്ട്, അതിൽ ശരിക്ക് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ഇത് വലിച്ച് കറക്റ്റ് ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് അവിടെ മേളിൽ കയറ്റിയിട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. അത് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങനെ കയറ് കെട്ടി വലിച്ചതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പണിക്കാർ ഇതിനു വേണ്ടി കാത്തു നിന്നാൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ അളിയനും കൂടെ കൈ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തത് കേട്ടോ. പക്ഷേ അളിയന് ഇതെല്ലാം അറിയാം, എല്ലാ മേഖലയിലും അളിയൻ കൈ വെക്കും. അപ്പോഴേക്കും എന്തായാലും മഗ്‌രിബ് കൊടുക്കാനൊക്കെ ആയിരുന്നു കേട്ടോ, ഇരുടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തീർക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലും പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് നേരെ അതിൻ്റെ പുറകിൽ അളിയനത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ടാണ് നേരെ പോയത്, ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പ് അവിടെ പോയ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഹോൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഹോളായിരുന്നു കേട്ടോ അത്. അവിടെ അത് എടുത്തതാണ്. അപ്പോൾ എന്തായാലും അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റേജ് ഇത് എവിടെയും എത്തിയിട്ടില്ല കേട്ടോ, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ വരാനുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ഫ്ലോറെല്ലാം റബ്ബറിൻ്റെ ഒരു ഷീറ്റാണ്, അതൊക്കെ പീസായി ഇറക്കിയിട്ട് അങ്ങനെ അത് സെറ്റ് ചെയ്തതാണ്. പിന്നെ മിററൊക്കെ ഒരു സൈഡ് ഫുൾ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിന് ഒക്കെ വേറെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് ഒക്കെ ചെയ്തു. ഇത്രയൊക്കെയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സിങ് റൂം, അവിടുത്തെ കബോർഡ്, അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ അപ്സ്റ്റെയറിലേക്ക് ഈ ഒരു വഴി അല്ലാണ്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒരു എക്സിറ്റ് എന്നോ എൻട്രൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് അതിൻ്റെ സൈഡിലായിട്ടാണ് ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു ടോയ്ലറ്റാണ്. അപ്പോൾ എന്തായാലും ഇരുടായി. ഞങ്ങളപ്പോൾ എന്തായാലും അനുട്ടൻ്റെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ബൈപ്പാസ് റോഡിൽ കബാബ് ഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പെരി മന്തി ആയിരുന്നു കേട്ടോ. അത് ഒന്നും പറയാനില്ല, കാരണം അത്രയും ജ്യൂസി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിട്ട്, എന്നാൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അത്ര സ്പൈസിയും അല്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി എന്താ നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.